യെശയ്യാപ്രവചനം 43-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ വാക്യം ഒന്നുകൂടെ വായിക്കുകയാണ്. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവന് നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ പേടിക്കരുത് കേട്ടോ, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. അടുത്തത്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. എന്താണ് ഈ പേർ ചൊല്ലി വിളിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം? ഇസ്രായേലിൻ്റെ പശ്ചാത്തലം നാം പഠിച്ചു കഴിഞ്ഞാൽ അബ്രഹാമിൻ്റെ കാലം തുടങ്ങി യഹൂദിയ ജനതയുടെ ഏറ്റവും വലിയ കൃഷി എന്തായിരുന്നുവെന്ന് പറഞ്ഞാൽ ആട്ടിടയ വേലയായിരുന്നു. അതുകൊണ്ടാണ് അബ്രഹാമിന്റെ മകനായി, ഇസ്ഹാക്കിന്റെ മകനായി, യാക്കോബിന്റെ മകനായ യോസെഫ് മിസ്രൈമിൽ പ്രധാനമന്ത്രിയായി ഇരിക്കുമ്പോൾ മിസ്രൈമിലെ രാജാവായ ഫറവോന്റെ അടുക്കൽ യോസെഫിന്റെ സഹോദരന്മാരും പിതാവായ യാക്കോബും കടന്നു വന്നു. രാജകൊട്ടാരത്തിൽ പാർക്കുന്ന യോസെഫിന്റെ സഹോദരങ്ങളും അപ്പനും വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഏറ്റവും നല്ല സിറ്റിക്കകത്താണ് താമസിപ്പിക്കേണ്ടത്. പക്ഷെ യോസെഫ് യാക്കോബിന്റെ അടുക്കൽ പറഞ്ഞു, അപ്പാ എവിടെ സ്ഥലം വേണം, സിറ്റിയിൽ ഒരു 10 സെന്റ് വസ്തു തരട്ടെ ചോദിച്ചാൽ അപ്പം പറയണം വേണ്ട എന്ന്. കാരണം നാളെ സിറ്റിയുടെ 10 സെന്റിൽ ഒതുങ്ങാനുള്ളവരല്ല നമ്മൾ. ഗോശേൻ എന്ന് പറഞ്ഞ പ്രാന്തപ്രദേശം പോയി മേടിച്ചോ, അവിടെ വിശാലതയുണ്ട്. കാരണം നാളെ നമ്മൾ പെറ്റുപെരുകി വർദ്ധിക്കാനുള്ളവരാ. അപ്പോൾ അതിൻ്റെ കാരണം ചോദിക്കുമ്പോൾ അപ്പച്ചൻ ഫറവോന്റെ അടുക്കൽ ഒരു കാര്യം പറയണോ, ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാർക്കും ആകെ ഒരു പണിയെ അറിയത്തുള്ളൂ. എന്താണ് ഞങ്ങളുടെ പണിയെന്നറിയാമോ? കുലത്തൊഴില്. ഞങ്ങൾ ആടിനെ വളർത്തുന്നവരാണ്. 4 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഫറവോൻ ഇവരെ നോക്കി പറയുകയാണ്, നിങ്ങൾ മടിയന്മാരാണ്, ആടിനെ നോക്കുന്നവരാണ്. പട്ടണം കളിയാക്കിയിട്ടും പിൽക്കാലത്ത് ദൈവം 4 നൂറ്റാണ്ടുകൾക്കപ്പുറം ഇസ്രായേലിനെ മരുഭൂമിയിൽ കൂടി നടത്തുന്നത് കണ്ടിട്ട് ഇസ്രായേലിലെ കവിവര്യന്മാർ പാടി, ആട്ടിൻകൂട്ടം നടന്നു വരുന്നത് പോലെ ഇരിക്കുന്നത്. ഇസ്രായേലിന്റെ പാട്ടുകളിൽ മുഴുവന് അവർ ഒരാട്ടിൻകൂട്ടത്തിനകത്തു നിന്നാണ് കണ്ടത്. അതുകൊണ്ടാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോഴും പറഞ്ഞ ഉപമകൾ 2 വിധമായിരുന്നു. ഒന്ന് കൃഷിയിലെ വിത്തിന്റെ ഉപമ, 2 ആടിന്റെ ഉപമ, പിന്നെ സമൂഹത്തിലുണ്ടായ വിവാഹത്തിന്റെ ഉപമ. ആകയാൽ നെല്ലുകളും ധാന്യങ്ങളും ചെയ്യുന്ന ധാന്യ കൃഷിയോ ആട്ടിട വേലയുമായിരുന്നു അവരുടെ ഏറ്റവും വലിയ കൃഷി. സ്തോത്രം. ആകയാൽ കർത്താവ് ഇവിടെ ഞാൻ നിന്റെ പേർ ചൊല്ലി വിളിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് സുപരിചിതമായിരിക്കുന്ന ഒരു ഇടയ പരിപാലന കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട്, ഒരു ഷെപ്പേർഡ് ഫ്ലോക്ക് കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടാണ് ദൈവം ഈ വാക്ക് പറയുന്നത്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഇതൊരു യഹൂദനെ കേൾക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാകുക എന്താണ് ഈ പേർ ചൊല്ലി വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്തോത്ര. അതുകൊണ്ടാണ് അതിൻ്റെ വ്യാഖ്യാനമാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു കർത്താവ് പറയുകയാണ്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നുവെന്ന്. എന്നിട്ട് അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുകയാണ്, ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു, തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നുവെന്ന്. അപ്പോൾ യെശയ്യാപ്രവചനം 43-ാം അധ്യായത്തിൽ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നുവെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഞാൻ നിന്റെ നല്ല ഇടയനാകുന്നുവെന്ന്. ഇന്ന് രാത്രികാല ഞാൻ ആ ഭാഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഇന്ന് രാത്രിയിലെ എൻ്റെ പ്രസംഗ വിഷയം ഇതാണ്, പേർ ചൊല്ലി വിളിക്കുന്ന ദൈവം. ഈ രാത്രി എത്ര പേർ വിശ്വസിക്കുന്നോ എന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്? അവൻ എൻ്റെ നല്ല ഇടയനാണ്. എന്താണ് ദൈവം ഒരു മനുഷ്യനെ പേര് ചൊല്ലി വിളിച്ചാലുള്ള പ്രത്യേകത? ആ ദൈവം അവൻ്റെ ഇടയനാണെന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ അതിനപ്പുറമായി ദൈവം ഒരുവനെ പേര് ചൊല്ലി വിളിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ എന്തു മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? എൻ്റെ സഹോദരങ്ങളെ, യേശു കർത്താവിൻ്റെ ശുശ്രൂഷ മേഖലയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു യെരൂശലേമിൽ നിന്ന് കഫർന്നഹൂമിൽ നിന്നൊക്കെ യാത്ര പുറപ്പെട്ട് യെരിഹോ എന്ന് പറയുന്ന ഒരു ജാതീയ പട്ടണത്തിലേക്ക് കടന്നു വന്നു. യെരിഹോ എന്ന് പറയുന്ന ജാതീയ പട്ടണത്തിൽ കൂടെ യേശു ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ യെരിഹോവിലെ ജനം സമൂഹം മുഴുവനും തിങ്ങി നിറഞ്ഞു യേശുവിനെ കാണുവാൻ. പൂരപ്പറമ്പിൽ ആള് നിറഞ്ഞു നിൽക്കുന്നത് പോലെ, ഉത്സവത്തിന്റെ വെടിക്കെട്ടിന് ആള് നിറഞ്ഞു നിൽക്കുന്നത് പോലെ യേശുവിനെ കാണാൻ പുരുഷാരം ഇങ്ങനെ ആ പട്ടണം നിറഞ്ഞു നിൽക്കുകയാണ്. ആ സമയത്ത് അവിടെ വഴിയരികിൽ ഉണ്ടായിരുന്നതായ ഒരു ചെറിയ കാട്ടത്തി വൃക്ഷത്തിന്റെ മേൽ ഒരു കുറിയ മനുഷ്യൻ വലിഞ്ഞു കയറി നിന്നോ. ആ മനുഷ്യന് ഒരു ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണെന്നറിയാമോ? ഇവരെല്ലാവരും ഈ കാണണമെന്ന് പറയുന്ന ഈ യേശു എങ്ങനെ ഇരിക്കുകയാണെന്നൊന്ന് കാണണ്ട. യേശുവിനെ അനുഗമിക്കണമെന്ന് ഈ പുള്ളിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നോ? ഇല്ല. യേശുവിൻ്റെ പ്രസംഗം കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? ഇല്ല. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? ഇല്ല. പകരം ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു കൊച്ചാഗ്രഹം മാത്രം, ഈ പുള്ളിക്കാരൻ എങ്ങനെ ഇരിക്കുവാണെന്നൊന്ന് കാണണം, യേശു എങ്ങനെ ഇരിക്കുകയാണെന്ന് കാണണം. അതിന് ഈ മനുഷ്യൻ തത്തിപ്പിടിച്ച് വലിയൊരു മരത്തിൻ്റെ മുകളിൽ കയറി. ആ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ യേശു കർത്താവ് ആ ജനസാഗരത്തിൻ്റെ നടുവിൽ കൂടെ നടന്നു വരികയാണ്. നടന്നു വന്ന്
മരത്തിന്റെ ചുവട്ടിലേക്ക് യേശു വന്നു. സക്കായി ഇങ്ങനെ ആർത്തിയോടുകൂടെ നോക്കുകയാണ്. മുകളിൽ നിന്ന് യേശുവിൻ്റെ നീണ്ട നീണ്ട തലമുടികളിൽ നിന്ന് ആ നീണ്ട ശിരോവസ്ത്രം ധരിച്ചതായിരിക്കുന്ന ആ മനോഹര രൂപനായിരിക്കുന്ന യേശുവിനെ ഇങ്ങനെ സക്കായി കൺകുളിർക്ക് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് സക്കായിയുടെ നെഞ്ചിൽ ഇടിവാള് വെട്ടുന്നത് പോലെ ഒരു കാഴ്ച താൻ കണ്ടോ. ഇതാ ആ അഗ്നിസമാനമായ മനോഹര കണ്ണുകൾ തൻ്റെ നേരെ പതിയുന്നു. എന്നിട്ട് ആ മനോഹരമായ ആ പ്രോസാപ്പൂ പോലെയുള്ള അധരങ്ങൾ തുറന്ന് സ്നേഹാർദ്ദരമായിട്ട് ഇങ്ങനെ സക്കായിയെ നോക്കി വിളിക്കുക. സക്കായിയെ, നീ ഇങ്ങ് താഴെ ഇറങ്ങി വരാനെന്ന്. കണ്ടു നിന്ന മനുഷ്യർ മുഴുവൻ അമ്പരന്നു. എടാ, ഈ സക്കായിയെ ഇങ്ങേർക്ക് എങ്ങനെ അറിയാം? ഇങ്ങേര് ബേത്ലഹേമിൽ വളർന്ന് മിസ്രൈമിൽ പോയി, നസറേത്തിൽ വളർന്ന് കഫർനഹൂമിലും യെറൂശലേമിലും കിടക്കുന്ന പുള്ളി ഇതാ ഇപ്പൊ ഇവിടെ വന്ന് സക്കായിയെ വിളിക്കുന്നു. സക്കായിയെ പേര് ചൊല്ലി വിളിക്കുന്നു. സക്കായിയെ ഇറങ്ങി വാ. എൻ്റെ പ്രതീക്ഷയിൽ പറയുകയാണ്, ഇറങ്ങി വാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിടിവിട്ട് മരത്തിൽ കൂടെ സക്കായി ഇങ്ങനെ സൂന്ന് പറഞ്ഞു ഊർന്ന് താഴെ ഇറങ്ങി കാണാം. സക്കായി ഇറങ്ങി വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, സക്കായിയെ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ താമസിക്കാൻ പോവുകയാണെന്ന്. സക്കായി ഇങ്ങനെ അമ്പരെന്ന് നോക്കി നിൽക്കുക. സക്കായിയുടെ തോളത്ത് കൈവച്ച് കർത്താവ് ഇങ്ങനെ സക്കായിയുടെ വീട്ടിലേക്ക് കയറി പോകുമ്പോൾ വാതിൽക്കലെത്തിയപ്പോൾ സക്കായി തിരിഞ്ഞു നിന്ന് യേശുവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ വസ്തുവകയിലെ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുക. പിന്നെ ചതിവായി വാങ്ങിയതൊക്കെ 4 മടങ്ങ് ഞാൻ റിട്ടേൺ അടിച്ചോളാം. എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് ചതിയും വഞ്ചനയും ഉള്ള ഒരു പാപത്തിന്റെ ജീവിതം വേണ്ട. എനിക്ക് ഒരു വിശുദ്ധിയുടെ ജീവിതം വേണം. എനിക്കൊരു നീതിയുടെ ജീവിതം വേണം. എനിക്കൊരു ധാർമ്മികതയുടെ ജീവിതം വേണം. അവിടെ നിന്നവരൊക്കെ യേശു പോകുന്ന പോക്ക് കണ്ടിട്ട് പറഞ്ഞു, നോക്ക്, പാപിയായ ഒരു മനുഷ്യന്റെ കൂടെ അല്ല ഇവൻ പോയതെന്ന്. നാട്ടുകാർ മുഴുവൻ പാപി 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 എന്ന് വിളിച്ച് ഒരു കാലം കഴിഞ്ഞ മനുഷ്യൻ. പക്ഷെ ഇപ്പോൾ ഇവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്, കർത്താവേ, ഞാൻ ചതിവായി വാങ്ങിയത് 4 തിരിച്ചു കൊടുക്കുക. പിന്നെ എൻ്റെ വസ്തുവക പാതി ഞാൻ കൊടുക്കുക. എനിക്ക് ഭൂതലത്തിലൊന്നുമില്ലെങ്കിലോ നീതിയോടോ ധാർമ്മികതയോടും കൂടെ ജീവിച്ചാൽ മതി. ഞാൻ സക്കായിയുടെ അടുക്കൽ ചോദിച്ചോ, സക്കായി, എങ്ങനെയാണ് ഈ മാനസാന്തരം വന്നത്? സക്കായി, എങ്ങനെയാണ് ഈ സ്വഭാവ രൂപാന്തരം വന്നത്? സക്കായി ആർത്തിയോടെ വെട്ടിപ്പിടിച്ച ചതിയോടും വഞ്ചനയോടും ധാർഷ്ട്യത്തോടും കൂടെ ധിക്കാരത്തോടും കൂടെ വെട്ടിപ്പിടിച്ച ഈ സമ്പത്ത് മുഴുവൻ ഒറ്റയടിക്ക് വിട്ടുകളഞ്ഞ്, നിനക്ക് എങ്ങനെയാണ് ഇത് കഴിഞ്ഞത്? സക്കായി തിരിച്ചെന്നോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, കുഞ്ഞെ, നിനക്കറിയത്തില്ല, ആ അരുമനാഥന്റെ അധരത്തിൽ നിന്ന് എൻ്റെ പേർ ചൊല്ലി വിളിക്കുന്ന ശബ്ദം ഞാൻ കേട്ടപ്പോൾ എൻ്റെ ബുദ്ധിയെ അന്ധമാക്കിയിരുന്ന, എൻ്റെ ചിന്തകളെ അന്ധമാക്കിയിരുന്ന പാപത്തിന്റെ ചങ്ങല എന്നിൽ നിന്ന് അഴിഞ്ഞു പോകുന്നത് ഞാൻ കണ്ടോ. യേശു കർത്താവ് തിരിഞ്ഞു നിന്ന്, ഇവൻ ഭാവിയാണെന്ന് പറഞ്ഞ നാട്ടുകാരുടെ അടുക്ക പറഞ്ഞു, ഇവൻ അബ്രഹാമിന്റെ സന്തതിയാ, ഇവന് രക്ഷ വന്നിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, എന്ന് പറഞ്ഞാൽ ഇവൻ ഇന്ന് താമസിക്കുന്നത് യെരിഹോവില. പക്ഷേ ഇവന്റെ മേൽ കിടക്കുന്ന DNA ഏതാണെന്നറിയാമോ? യഹൂദന്റെ DNA. ഇന്ന് രാത്രികാലം ഞാൻ പറയുകയാണ്, നീ ഏത് യെരിഹോവിൽ പോയി താമസിച്ചാൽ, നീ ഏത് പാപത്തിന്റെ കെട്ടിനകത്ത് പോയി താമസിച്ചാൽ, നീ ഏത് ദൈവ വഴി വിട്ട മാർഗത്തിലേക്ക് പോയാൽ, നിന്നെ സൃഷ്ടിച്ചവൻ, നിന്റെ ഉടയതമ്പുരാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ പേർ ചൊല്ലി വിളിക്കുകയാണ്. ഇന്ന് രാത്രി അവന്റെ ശബ്ദം, നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ശബ്ദം നിനക്ക് കേൾക്കുവാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി പാപം അന്ധമാക്കിയ നിന്റെ കണ്ണുകൾ തുറക്കുക. പാപം ചുമടായി തീർന്ന നിന്റെ ജീവിതത്തിന്റെ ഭാരമഴിയോ. യേശു പേർ ചൊല്ലി വിളിച്ചാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഒരു മനുഷ്യന്റെ പാപത്തിന്റെ ബന്ധനം അവനിൽ നിന്ന് അഴിഞ്ഞു പോകുക. എൻ്റെ സഹോദരങ്ങളെ, കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പ്രസംഗിച്ച ഒരു ഭാഗമാണ് മാനസാന്തരം. എൻ്റെയോ നിങ്ങളുടെയോ ഉദ്യമത്തിൽ ഉണ്ടാകുന്ന, എൻ്റെയോ നിങ്ങളുടെയോ പരിശ്രമത്തിൽ ഉണ്ടാകുന്ന ഒരു സാധനമേ അല്ല മാനസാന്തരം. നമ്മൾ പലപ്പോഴും പറയും, ഇത്രയൊക്കെ വന്നിട്ടും അപ്പം മാനസാന്തരപ്പെട്ടില്ലല്ലോ എന്ന്. എൻ്റെ സഹോദരങ്ങളെ, ഞാനൊരു യാഥാർത്ഥ്യം പറയാം, ആർക്കും അങ്ങനെ മാനസാന്തരപ്പെടാൻ കഴിയത്തില്ല. പകരം മാനസാന്തരം എന്താണെന്നറിയാമോ? മാനസാന്തരം ദൈവത്തിൻ്റെ ദാനമാണ്. മാനസാന്തരം ദൈവത്തിൻ്റെ ദാനമാണ്. എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധ തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 11-ാം അധ്യായം 18-ാം വാക്യം, അവിടെ പത്രോസ്ലീഹ യഹൂദ്യയിലെ അപ്പോസ്തലന്മാരുടെയും പരിച്ഛേദനക്കാരുടെയും നടുവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ജാതികൾക്കും ജീവപ്രാപ്തിക്കായിട്ട് ദൈവം മാനസാന്തരത്തെ നൽകിയല്ലോ. അപ്പൊ മാനസാന്തരം ദൈവം എന്ത് ചെയ്തെന്നാണ് പറഞ്ഞത്? നൽകി എന്നാണ് പറഞ്ഞത്. വീണ്ടും അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 5-ാം അധ്യായം 31-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ
പറയുകയാണ്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുവിനെ പ്രഭുവും രക്ഷകനുമായി ഉയർത്തിയിരിക്കൊണ്ട് അവൻ മാനസാന്തരവും പാപമോചനവും ഇസ്രായേലിന് നൽകിയിരിക്കുന്നുവെന്ന്. അപ്പൊ മാനസാന്തര ദൈവത്തിന്റെ ദാനമാണ്. വീണ്ടും തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 25-ാം വാക്യത്തിൽ സഭാപാസ്റ്ററായിരിക്കുന്ന തിമോഥെയോസിന്റെ അടുക്കൽ ദുരുപദേശം കൊണ്ട് വിരോധം പറഞ്ഞ് കയറി വരുന്നവരെ ചൂണ്ടിക്കാണിച്ചിട്ട് പൗലോസ് പറയുകയാണ്, വിരോധികൾക്ക് സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി ദൈവം മാനസാന്തരത്തെ നൽകുമോ എന്ന് നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണമെന്ന്. അപ്പൊ മാനസാന്തര ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഉളവായി വരുന്നതല്ല. മാനസാന്തര പഠിച്ച തത്വസംഹിതയ്ക്കകത്തു നിന്ന് ആമേൻ രൂപപ്പെടുത്തിയെടുക്കുന്നതല്ല. മാനസാന്തര അത് ദൈവത്തിന്റെ ദാനമാണ്. ആമേൻ. യെരിഹോവിലെ കാട്ടത്തിമേലിരുന്ന സക്കായിയെ പേര് ചൊല്ലി യേശു കർത്താവ് വിളിച്ച മാത്രയെ സക്കായിയുടെ അകത്ത് കിടന്ന പാപത്തിന്റെ അന്ധത മാറി. ഇന്ന് രാത്രി യേശു നിന്നെ വിളിക്കുകയാണ്. ഈ രാത്രി യേശു നിന്നെ വിളിക്കുകയാണ്. നിന്റെ പാപത്തിന്റെ ഇരുട്ട് മാറ്റാൻ, നിന്റെ പാപത്തിന്റെ ബന്ധനം അഴിക്കാൻ, നിന്റെ പാപത്തിന്റെ ചുമട് നീക്കാൻ ഈ രാത്രി യേശു നിന്നെ വിളിക്കുകയാണ്. Tonight Jesus is calling you. ഇന്നു രാത്രി യേശു നിന്നെ വിളിക്കുന്നു. എന്ന് പേർ ചൊല്ലി വിളിച്ചതുപോലെ ഈ രാത്രി നിന്റെ പേർ ചൊല്ലി വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ നിന്റെ പാപങ്ങളെ പോക്കാം. രക്താംബരം പോലെ കടിഞ്ഞു വപ്പായിരുന്നാൽ അമ്മേ ഇന്ന് രാത്രി ഞാൻ അതിനെ പഞ്ഞിനൂൽ പോലെ ഹിമം പോലെ നിന്റെ കാർമുകിൽ പോലെയുള്ള ലംഘനങ്ങളെ മാറ്റിത്തരാം. ഈ രാത്രി നിന്റെ കാതുകളെ ഒന്ന് നിന്റെ കാതുകളെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. യേശു നിന്നെ വിളിക്കുന്നു. നിന്നെ ഓമനെ പേർ ചൊല്ലി അവൻ വിളിക്കുകയാണ്. നിന്റെ പാപത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ. മനുഷ്യന്റെ പാപം 2 കാരണങ്ങളാലാണ് ഉണ്ടാകുന്നത്. ഒന്ന്, അജ്ഞത മുഖാന്തരം ഒരു മനുഷ്യന് പാപമുണ്ടാകുക. ആമേൻ. വിശുദ്ധി ഏതാണ്, നീതി ഏതാണെന്നുള്ള അറിവില്ലായ്മ കൊണ്ട് ഒരു മനുഷ്യന് പാപമുണ്ടാകുക. ആമേൻ. എന്നാൽ തെറ്റായ അറിവ് കൊണ്ടും ഒരു മനുഷ്യൻ എന്തായിത്തീരും? പാപിയായിത്തീരും. തെറ്റായ അറിവ് കൊണ്ട് പാപിയായിത്തീരും. തെറ്റായ അറിവ് കൊണ്ട് പാപിയായി തീർന്ന ഒരു മനുഷ്യനാണ് വിശുദ്ധ അപ്പോസ്തലൻ പൗലോസ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പൗലോസ് നന്നേ ദൈവത്തിന്റെ വചനം പഠിച്ചവനാണ്. പൗലോസ് നന്നേ ദൈവത്തിന്റെ വചനം ഗമാലിയേൽ എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു ശാസ്ത്രിയുടെ പാദപീഠത്തെങ്കിലിരുന്ന് നന്നായി പഠിച്ചതാണ്. ഇനി ഇദ്ദേഹത്തിന്റെ കുടുംബമോ ദൈവമാർഗത്തെ വിശ്വസിക്കുന്നുവെന്നും ആശ്രയിക്കുന്നുവെന്നും പറയുന്ന പരീശന്മാരുടെ കുടുംബത്തിൽ ജനിച്ചവനാണ്. വിദ്യാസമ്പന്നൻ, സമ്പത്തുള്ളവൻ, എല്ലാം കൊണ്ടും തികഞ്ഞ മനുഷ്യൻ. എന്നാൽ ഇദ്ദേഹത്തിന്റെ കൂട്ടുകെട്ട് ആരുടെ കൂടെ ആയിരുന്നെന്നറിയാമോ? ഇദ്ദേഹത്തിന്റെ കൂട്ടുകെട്ട് അക്കാലത്ത് ദൈവഭയമില്ലാത്ത മഹാപുരോഹിതന്മാരുടെയോ പള്ളിപ്രമാണികളുടെയോ മതഭ്രാന്തന്മാരുടെയും കൂടെ ആയിരുന്നു. ദൈവത്തിന്റെ പേര് പറഞ്ഞ്, മതത്തിന്റെ പേര് പറഞ്ഞ് മറ്റുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലുന്ന ആ പുള്ളികളുടെ കൂടെ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ കൂട്ട്. അറിവുണ്ടായിരുന്നു, പക്ഷെ അറിവ് തെറ്റായ അറിവായിരുന്നു. ആകയാൽ ഒരു ആദ്യകാലങ്ങളിലൊക്കെ ആ കല്ലെറിയാൻ പോകുന്നവർ കൂടെ കൊണ്ടുപോകും. കല്ലെറിയാൻ പോകുന്നവർ ഉടുപ്പൊക്കെ ഒരു കല്ലെറിയാൻ പോകുമ്പോൾ ആ ഉടുപ്പൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നത് കാണുമായിരുന്നു പൗലോസ്. ആമേ. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ, ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ പൗലോസിന്റെ അടുക്കൽ ആമേ മഹാപുരോഹിതന്മാർ പറഞ്ഞു, സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നതൊക്കെ കണ്ടല്ലോ, നമ്മുടെ പരിപാടിയൊക്കെ കണ്ടല്ലോ, ഇനി നിനക്കും ഞങ്ങൾ അധികാരം തരികയാണ്. അങ്ങനെ മഹാപുരോഹിതന്മാർ അധികാരപത്രം എഴുതി നൽകിയിട്ട് ദമാസ്കസ് എന്ന് പറയുന്ന മനോഹര പട്ടണത്തിലേക്ക് വാഹനമൃഗവും അകമ്പടിയും നൽകിയിട്ട് പറയുക, ഇനി നീ ആരുടെ ഉടുപ്പും പിടിച്ചോണ്ടിരിക്കണ്ട, നീ തന്നെ നേരിട്ട് പോയി പിടിച്ചു കെട്ടിയേക്കാൻ പറഞ്ഞു. വാഹനമൃഗത്തിൽ ദമാസ്കസിന്റെ പടിക്കെട്ടിലേക്ക് പാഞ്ഞെടുക്കുന്ന പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ നട്ടുച്ച നേരത്ത് സൂര്യനെ കവിയുന്ന വെളിച്ചം തന്റെ മേലടിച്ച് വാഹനമൃഗത്തിൽ നിന്ന് താഴെ വീണോ. അടുത്തത് താൻ കേട്ടത് എന്താണെന്നറിയാമോ? ശൗലേ, ശൗലേ എന്ന് തന്നെ വിളിക്കുന്ന ശബ്ദം. ഈ മനുഷ്യൻ ഇങ്ങനെ ചോദിച്ചോ, നീ ആരാ കർത്താവേന്ന്? അമ്മേ ചോദിച്ചു, നീ ആരാ കർത്താവേന്ന്? കാരണം തന്റെ മുമ്പിൽ നിൽക്കുന്ന രൂപത്തെ കണ്ടപ്പോൾ തനിക്ക് മനസ്സിലായി, ഇതൊരു സാധാരണ മനുഷ്യനല്ല, ഇവനൊരു അധികാരമുള്ള കർത്താവാണ്. He is the Lord, he is the Prince. അമ്മേ പൗലോസ് ചോദിച്ചോ, ശൗൽ എന്ന് വിളിക്കപ്പെടുന്ന പൗലോസ് ചോദിച്ചു, നീ ആരാകുന്ന കർത്താവെന്ന്? അദ്ദേഹം അതിന് മറുപടി ലഭിച്ചോ, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാകുന്നു, യേശുവാകുന്നു ഞാനെന്ന് പറഞ്ഞോ. സ്തോത്ര. അടുത്ത ഭാഗം എന്താണ് സംഭവിക്കുന്നതെന്നറിയാമോ? യഹൂദന്മാർ ക്രിസ്ത്യാനികളെ പിടിച്ചു കെട്ടുവാൻ എന്തൊക്കെ വേണ്ട, യഹൂദ മഹാപുരോഹിതന്റെ അധികാരപത്രവുമായി ഇറങ്ങി
മടങ്ങി തിരിച്ച പൗലോസ് അധികാരപത്രത്തെ വലിച്ചു കീറി കളഞ്ഞിട്ട് പറഞ്ഞു, ഇനി ഞാനൊരു അധികാരത്തിനെ കീഴടങ്ങുന്നുള്ളൂ, സ്വർഗീയ ദർശനത്തിന്റെ അധികാരത്തിന് മാത്രം കീഴടങ്ങി നിൽക്കാം. ആ മനുഷ്യന്റെ മതഭ്രാന്ത് ദൈവ സ്നേഹത്തിന് വഴിമാറി. എന്താ കാര്യമെന്നറിയാമോ? ദമസ്കോസിന്റെ പടിവാതിൽക്കൽ നട്ടുച്ച നേരത്ത് തന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ശബ്ദത്തെ കേട്ടോ. ശൗലേ ശൗലേ എന്ന് വിളിക്കുന്ന ഒരു ശബ്ദത്തെ ഇന്ന് രാത്രികാല് എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, അറിവ് കൊണ്ട് മതഭ്രാന്തിനകത്ത് നീ ജീവിക്കുന്നുവെങ്കിൽ, ആമേ, അറിവ് കൊണ്ട് വർഗീയ ചിന്തയ്ക്കകത്ത് നീ ജീവിക്കുന്നെങ്കിൽ, ദൈവത്തിന് നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ശബ്ദം നീ കേട്ടിട്ടില്ല. ഇന്ന് രാത്രി യേശു നിന്നെ വിളിക്കുകയാണ്. മതം ഭ്രാന്താകാനുള്ളതല്ല, മതം മനുഷ്യരെ പീഡിപ്പിക്കാനുള്ളതല്ല, മതം ഒരുത്തനെ അടിച്ചമർത്താനുള്ളതല്ല, മതം ഒരു മനുഷ്യനെതിരെ യുദ്ധം ചെയ്യാനുള്ളതല്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ക്രൈസ്തവത ഒരു മതമല്ല, പക്ഷേ ക്രൈസ്തവതയ്ക്കകത്തൊരു മതമുണ്ട്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ക്രൈസ്തവത ഒരു മതമല്ല, മാർഗമാണ്. പക്ഷെ ക്രൈസ്തവതയ്ക്കകത്തൊരു മതമുണ്ട്. എന്താണ് ക്രൈസ്തവതയ്ക്കകത്തുള്ള മതമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയോ, ആ മതത്തിന്റെ പേർ സ്നേഹമെന്നാണ്. ആ മതത്തിന്റെ പേർ സ്നേഹമെന്നാണ്. ഈ പുസ്തകത്തിന്റെ ഓരോ താളിനകത്തും എടുത്ത് ഇതിന്റെ ഇതിവൃത്തം എന്തെന്ന് നോക്കിയാൽ, ആമേൻ, ഇതിലെ ഓരോ താളിനകത്തും പറയാനുള്ള ഒരു ഇതിവൃത്തമുണ്ട്. അത് സ്നേഹത്തിന്റെ ഗാഥയാണ്. ഇന്ന് രാത്രികാല ഞാൻ വിളിച്ചു പറയുന്നു, മതം മനുഷ്യനെ വൈരത്തിലേക്കും വർഗീയതയുടെ ഭ്രാന്തിലേക്കും നയിക്കുമ്പോൾ ഇന്ന് രാത്രി യേശു നിന്നെ വിളിക്കുകയാണ് സ്നേഹത്തിന്റെ ഒരു സുവിശേഷകനാകുവാൻ തക്കവണ്ണം. കണ്ടോ, ശൗലിനെ ഇവിടെ പേർ ചൊല്ലി വിളിക്കുകയാണ്. എന്നാൽ ഇതേ അധ്യായത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കർത്താവ് വേറൊരുത്തിനെ പേർ ചൊല്ലി വിളിക്കുക. ആരെയാ പേർ ചൊല്ലി വിളിക്കുന്ന അറിയാമോ? ദമസ്കോസിന്റെ പടിവാതിലിന്റെ വാതുക്ക ദൈവ ശൗലിനെ അടിച്ച് താഴെ ഇട്ടോ, ആമേൻ, പേരും വിളിച്ചോ. എന്നാൽ അതേ സമയം ദമസ്കോസ് എന്ന പട്ടണത്തിൽ ഒരു മനുഷ്യനിരുന്ന് പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കുന്നതെന്നറിയാമോ? ദൈവമേ, സഭയ്ക്കെതിരെ ഭയങ്കര ഉപദ്രവം നടക്കുകയാ. കർത്താവേ, ഇതാ ശൗലെന്ന് പറയുന്ന ഒരു മനുഷ്യൻ അധികാരപത്രവും വാങ്ങി ദമസ്കസിലോട്ട് വരുന്നെന്ന് ഞാനിങ്ങനെ കേൾക്കുന്നു. കർത്താവേ, സഭയെ രക്ഷിക്കണമേ, സഭയെ രക്ഷിക്കണമേ, സഭയെ രക്ഷിക്കണമേ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യൻ. പെട്ടെന്ന് തന്റെ ദർശനത്തിനകത്തൊരു ശബ്ദം കേട്ടു. അനന്യാസ് തന്നെ പേർ ചൊല്ലി വിളിക്കുകയാണ്. അനന്യാസ് ചോദിച്ചു, എന്താകുന്നു കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം? നീ പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം. നീ പെട്ടെന്ന് പോയി ദമസ്കോസിന്റെ പടിവാതിലിന് വെളിയിൽ ചെന്ന് തൊൽക്കൊല്ലനായ നർവീതി എന്ന തെരുവിൽ ചെന്ന് ശിമോന്റെ വീട് അന്വേഷിക്കണം. അവിടെ ഒരു മനുഷ്യൻ കണ്ണു കാണാതിരിപ്പുണ്ട്. നീ അവന് വേണ്ടി ചെന്ന് പ്രാർത്ഥിക്കണം. ശരി കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കാം. പിന്നെ ആ പുള്ളിയെ കുറിച്ച് ഒന്നും കൂടെ ഞാൻ പറയാം. ആ പുള്ളിയുടെ പേര് ശൗൽ എന്നാണ്. കിലിക്കയിലെ തർസോസിൽ നിന്ന് വരുന്നവനാണ്, ഒരു പരീശനാണ്. അനന്യാസാകെ ഞെട്ടിപ്പോയി. അനന്യാസ് ചോദിച്ചു, കർത്താവേ, അങ്ങേര് ഇങ്ങോട്ട് വരാതിരിക്കാനാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാ പറയുന്നത്, ഞാൻ അങ്ങോട്ട് ഇറങ്ങിച്ചല്ല. കർത്താവ് അനന്യാസിന്റെ അടുക്കൽ പറഞ്ഞു, അനന്യാസ്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മുകളിൽ ഞാനൊരു നിയോഗം ഇട്ടിട്ടുണ്ട്. നീ ആരെ ഭയപ്പെട്ടോ, നീ ആര് ഉപദ്രവിക്കാൻ വരുന്നെന്ന് പ്രാർത്ഥിച്ചോ, അവന്റെ മേളിൽ നീ പോയി കൈവെക്കോ. നീ മുഖാന്തരം അവന്റെ മേളിൽ ഒരു അത്ഭുതം നടക്കോ. നീ അവന്റെ ഒരു അഭിഷക്തനായി മാറ്റപ്പെടോ. ആമേ, ദാവീദിനെ വീട്ടിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത് ശമൂവേൽ പ്രവാചകനാണെങ്കിൽ പൗലോസിനെ അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിച്ചത് ഒരു അനന്യാസായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ഇതിനകത്തിരിക്കുന്ന ചിലരോട് പറയുകയാണ്, നിന്റെ കാതുകളെ ഒന്ന് കൂർപ്പിച്ചേ. നീ ഇന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്, നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ശബ്ദം. ഇന്ന് രാത്രി നീ യേശുവിന്റെ ശബ്ദം, നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ശബ്ദം നീ കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെ മുകളിൽ അവന് ചില നിയോഗങ്ങളുണ്ട്. ഈ കാലഘട്ടത്തിൽ ദൈവം നിന്നെ കൊണ്ട് ചിലത് ചെയ്യിക്കോ. ഈ രാജ്യങ്ങളിൽ ദൈവം നിന്നെ കൊണ്ട് ചിലത് ചെയ്യിക്കോ. ദൈവമാർഗത്തിന് ശത്രുവായി നിൽക്കുന്ന, ദൈവരാജ്യത്തെ തകർക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന, വിശുദ്ധന്മാരെ പിടിച്ചു കെട്ടുമെന്ന് പറഞ്ഞ, സഭയെ മുടിക്കുമെന്ന് പറഞ്ഞ ചിലരെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മാർഗത്തിലേക്ക്, സുവിശേഷത്തിന്റെ പന്താവിലേക്ക് ചിലരെ നിയോഗിച്ചു കൊണ്ടുവരുവാൻ ഇന്ന് രാത്രി ദൈവത്തിനകത്ത്, ഈ പന്തലിനകത്ത് ചിലരെ പേർ ചൊല്ലി വിളിക്കുകയാണ്. ചില കുരുട്ട് കണ്ണുകളെ തുറക്കുവാൻ. ഈ ശൗലെന്ന് പറയുന്ന മനുഷ്യൻ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് തിമിരം ബാധിച്ചവനെ ഇങ്ങനെ കുനിഞ്ഞുകൂടി ഇരിക്കുക. എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. വല്ലവന്റെ വീട്ടിൽ വന്നിരിക്കുകയാ. ഇനി എന്ത് ചെയ്യണമെന്നറിയത്തില്ല. പുറപ്പെട്ടപ്പോൾ വണ്ടി ഉണ്ടായിരുന്നു, വള്ളം ഉണ്ടായിരുന്നു, ആളുണ്ടായിരുന്നു, പേരുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം നഷ്ടപ്പെട്ട് വേറൊരു തന്റെ വീട്ടിൽ പോയി ഇരിക്കുക. പക്ഷേ അവിടെ വെച്ച് അനന്യാസ് എന്നൊരു മനുഷ്യൻ വന്നു. അല്ല,
ദൈവം പേര് ചൊല്ലി വിളിച്ചെന്ന് ദൈവം പേര് ചൊല്ലി വിളിച്ച ഒരു മനുഷ്യൻ ശൗലിന്റെ അടുക്കൽ കയറി വന്നു. ശൗലിന്റെ ജീവിതം മാറി. ഇന്ന് രാത്രി ഞാൻ നിന്നോട് പറയട്ടെ, ദൈവം പേര് ചൊല്ലി വിളിച്ച ഒരുത്തന്റെ ജീവിതത്തിൽ കയറി ചെന്നാൽ അവന്റെ ജീവിതം മാറും. ഒരുത്തന്റെ കുടുംബത്തിൽ കയറി ചെന്നാൽ അവന്റെ കുടുംബത്തിന്റെ അവസ്ഥ മാറും. ഇന്ന് രാത്രി ദൈവം ഇതിനകത്ത് ചിലരെ പേർ ചൊല്ലി വിളിക്കുകയാണ്. ഈ പന്തലിൽ ഇരിക്കുന്ന ചില കുഞ്ഞുങ്ങളെ ദൈവം പേർ ചൊല്ലി വിളിക്കുകയാണ്. ടു ട്രാൻസ്ഫോം ദ ജനറേഷൻ. ഈ കാലഘട്ടത്തെ തിരിക്കാൻ, ചില മനുഷ്യരെ തിരിക്കാൻ, ചില അവസ്ഥകളെ തിരിക്കാൻ, ചില കുടുംബങ്ങളെ തിരിക്കാൻ, ചില കുരുട്ട് കണ്ണുകളെ തുറക്കാൻ, ചില രോഗികളെ സൗഖ്യമാക്കാൻ, ചില ഭൂതബാധിതരെ സ്വതന്ത്രരാക്കാൻ, ചില വഴിവിട്ടവരെ വഴിയിലേക്ക് തിരിച്ചു വരാൻ ഇന്ന് രാത്രി സ്വർഗം നിന്നെ പേർ ചൊല്ലി വിളിക്കുകയാണ്. Are you ready to be with God? കർത്താവിന് കൈ കൊടുക്കാൻ ഈ രാത്രി നീ ഒരുക്കമാണോ? ഈ രാത്രി കർത്താവിന്റെ ശബ്ദത്തിന് ഇതാ കർത്താവേ എന്ന് പറയാൻ നീ ഒരുക്കമാണോ? ശമൂവേലിനെ അർദ്ധരാത്രിയിൽ ദൈവം പേര് ചൊല്ലി വിളിച്ചെങ്കിൽ അവനെ ഒരു പ്രവാചകനാക്കി തീർക്കുവാനായിരുന്നു. രാജാക്കന്മാരെ എഴുന്നേൽപ്പിക്കുന്ന ഒരു പ്രവാചകനാക്കി തീർക്കുവാനായിരുന്നു ദൈവ ശമൂവേലിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചതെങ്കിൽ ഇന്ന് രാത്രികാലം നീ തിരിച്ചറിയണം, നിന്നെ ദൈവം പേര് ചൊല്ലി വിളിക്കുന്നത് നിന്നെ കൊണ്ട് ദൈവത്തിന് തന്റെ രാജ്യത്തിലേക്ക്, തന്റെ പദ്ധതിയിലേക്ക് ചിലതൊക്കെ ചെയ്യിക്കുവാനാണ്. ഇന്ന് രാത്രി ഈ കൺവെൻഷന്റെ പ്രാരംഭ രാത്രിയിൽ ദൈവം എന്റെ മേലിട്ട പ്രവാചക അഭിഷേകത്തിൽ ഞാൻ നിന്നെ നോക്കി പറയുന്നു, കുഞ്ഞെ, ദൈവം നിന്നെ പേര് ചൊല്ലി വിളിക്കുകയാണ്. അവന്റെ രാജ്യത്തിന് വേണ്ടി, അവന്റെ മഹത്വത്തിന് വേണ്ടി, അവന്റെ പെട്ടകം ചുമക്കുവാൻ, അവന്റെ കൊടി ഉയർത്തുവാൻ, അവന്റെ കാഹളമൂതുവാൻ, അവന്റെ നാഥമുയർത്തുവാൻ. പേര് ചൊല്ലി വിളിക്കപ്പെട്ട അനന്യാസ് ചെന്നാൽ ശൗലിന്റെ ജീവിതം മാറോ? പേര് ചൊല്ലി വിളിക്കപ്പെട്ട ശമൂവേൽ എഴുന്നേറ്റ് ചെന്നാൽ ദാവീദിന്റെ ജീവിതം മാറോ? പേര് ചൊല്ലി വിളിക്കപ്പെട്ട ശമൂവേൽ സംസാരിക്കാൻ തുടങ്ങിയാൽ ഏലിയുടെ സിംഹാസനം തകരുവാൻ തുടങ്ങും. ഇന്ന് രാത്രി ദൈവം നിന്നെ പേര് ചൊല്ലി വിളിക്കുകയാണ്. ചില ഏലിയുടെ സിംഹാസനങ്ങളെ മറിച്ചിടുവാൻ, ചില ദാവീദുമാരെ പൊക്കിയെടുക്കുവാൻ, ചില അലഞ്ഞു തിരിയുന്ന ശൗലിനെ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ, ചില കണ്ണു കുരുടായി പോയ പൗലോസുമാരെ നിയോഗത്തിന്റെ പരിശുദ്ധാത്മ നിറവിലേക്ക് നയിക്കുവാൻ ഇന്ന് രാത്രി ദൈവം നിന്നെ പേർ ചൊല്ലി വിളിക്കുകയാണ്. ഈ കൺവെൻഷനകത്ത് ദൈവം എനിക്ക് നൽകുന്ന ഉറപ്പിനകത്ത് പറയുകയാണ്, ഈ 3 ദിവസത്തെ കൺവെൻഷനകത്ത് ദൈവം ചിലർക്ക് സുവിശേഷ വേലയുടെ കൺഫർമേഷൻ, സുവിശേഷ വേലയുടെ കൺഫർമേഷൻ. ഈ രാത്രി സ്വർഗം നിന്നെ രാജ്യങ്ങളുടെ മേൽ നിയമിക്കുന്ന രാത്രിയാണ്. ഈ രാത്രി സ്വർഗം നിന്നെ വിളഞ്ഞു കിടക്കുന്ന വയലുകളിലേക്ക് ഒരു കൊയ്ത്തിന് വേണ്ടി നിന്നെ നിയോഗിക്കുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി നിന്റെ കാതുകളെ ഒന്ന് കുറിപ്പിച്ചേ. ഞാൻ ഇതിനകത്തിരിക്കുന്ന ആത്മീയരായ യൗവനക്കാരോട് പറയുകയാണ്, ഈ രാത്രി നിന്റെ മുറിക്കകത്ത് കയറി ഒന്നും കൂടെ പ്രാർത്ഥനയ്ക്കിരിക്കണം. ഇന്ന് രാത്രി നീ ഒരു ശബ്ദം കേൾക്കുക. പേര് ചൊല്ലി വിളിക്കുന്ന യേശുവിന്റെ ശബ്ദം അതൊരു നിയോഗമായിരിക്കുക. രാജ്യങ്ങളുടെ മേൽ, രാജ്യങ്ങളുടെ ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയുന്നു, ഈ കൺവെൻഷൻ തീരുന്നതിന് മുൻപ് രാജ്യങ്ങളുടെ മേലുള്ള നിയോഗവും നിയമനമോ, സംസ്ഥാനങ്ങളുടെ മേലുള്ള നിയോഗവും നിയമനമോ, വിളഞ്ഞു കിടക്കുന്ന ചില വയലുകളിലേക്ക് കർത്താവ് ചിലരെ പറഞ്ഞയക്കുന്ന ഒരു കാഴ്ച ഇതാ ഞാൻ ആത്മാവിൽ കാണുന്നു. ദൈവം ചിലരെ പേര് ചൊല്ലി വിളിക്കുകയാണ്. അവന്റെ കാഹളമൂതുവാൻ, അവന്റെ പെട്ടകം ചുമക്കുവാൻ, അവന്റെ വടിയിൽ അത്ഭുതം ചെയ്യുവാൻ. ഫറവോന്റെ കൊട്ടാരത്തിൽ കയറിപ്പോയ മോശയെ പോലെ ചിലരെ ദൈവത്തിന് വേണോ? ആമേ. ഇസ്രായേൽ ഏലാ താഴ്വരയിൽ ഗോലിയാത്തിനെ തകർത്ത ദാവീദിനെ പോലെ ചിലരെ ദൈവത്തിന് വേണോ? രാജാക്കന്മാരെ അഭിഷേകം ചെയ്ത ശമൂവേലിനെ പോലെ ദൈവത്തിന് ചിലരെ വേണോ? ആമേ. കർമ്മേലിന്റെ കൊടുമുടിയിൽ ഒറ്റയ്ക്ക് നിന്ന് തീയിറക്കി ബാലിന്റെ അന്യാരാധന ശക്തികളെ കെടുത്തിക്കളഞ്ഞ ഏലിയാവിനെ പോലെ ദൈവത്തിന് ചിലരെ വേണോ? ഇന്ന് രാത്രി ചോദിക്കുന്നു, ഈ കാലഘട്ടത്തിന്റെ ഒരു ഏലിയാവാകുവാൻ, ഈ കാലഘട്ടത്തിന്റെ ഒരു എലീശയാകുവാൻ, ഈ കാലഘട്ടത്തിന്റെ ഒരു ദാവീദാകുവാൻ, ഈ കാലഘട്ടത്തിന്റെ ഒരു പുരോഹിതനാകുവാൻ, ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രവാചകനാകുവാൻ, ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ നാമം വിളിച്ചു പറയുന്ന ഒരു അഭിഷക്ത നാവാകുവാൻ, ഈ കാലഘട്ടത്തിൽ കിന്നരം വായിക്കുന്ന ഒരു ദാവീദാകുവാൻ, ഈ കാലഘട്ടത്തിൽ പാടി ഉണർത്തുന്ന ഒരു ആരാധകനാകുവാൻ, ഒരു മിരിയാമാകുവാൻ, ഒരു ആസാഫാകുവാൻ ഈ രാത്രി
സ്വർഗം നിന്നോട് ചോദിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നീ എനിക്കൊരു ആസാഫാകാമോ? ഈ കാലഘട്ടത്തിൽ നീ എനിക്കൊരു ലേവിയാകാമോ? പേർ ചൊല്ലി വിളിച്ചാൽ അതിനകത്തൊരു നിയോഗമുണ്ട്. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ, സമയമേറെക്കുറെ അവസാന ഘട്ടത്തിലേക്ക് വരുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം. യേശു ഉയർത്തെഴുന്നേൽക്കപ്പെട്ട രാത്രിയാ. ഞാൻ അങ്ങനെ പറയുകയാണ്, യേശു ഉയർത്തെഴുന്നേൽക്കപ്പെട്ട രാത്രിയാ. നേരം പുലർന്നിട്ടില്ല, അതിരാവിലെ ഇരുട്ടുള്ള സമയമാണ്. നമ്മളൊക്കെ ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ നമ്മൾ ഈ നല്ല വെയിലുള്ള ഇടങ്ങളിലൊക്കെ ജീവിക്കുന്നത് കൊണ്ട് അതിരാവിലെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിനകത്തൊരു 5 മണി 6 മണി വരവര വെളുക്കും നല്ല വെളിച്ചമുണ്ടാകും. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക്, മിഡിൽ ഈസ്റ്റിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുവാൻ പിന്നെയും താമസിക്കും. എന്നാൽ ചില വേളകളിൽ 4 മണിക്ക് സൂര്യൻ ഉദിക്കും. എന്നാൽ യേശു കൊല്ലപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും ചെയ്ത ആ സമയം അധികാലം ഇരുട്ടുള്ള സമയം തന്നെയായിരുന്നു. അധികാലത്തിരുട്ടുള്ള സമയത്ത് സ്ത്രീകൾ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറ തുറന്നു കിടക്കുന്നതും അതിനകത്ത് വെളിച്ചമിരിക്കുന്നതും കല്ലറയുടെ മേലുള്ള കല്ലിൻ്റെ മേൽ ദൂതനിരിക്കുന്നതും പട്ടാളക്കാർ ഉറങ്ങുന്നതും യേശുവിനെ ചുറ്റിയിരുന്ന ശീലയും റൂമാലും തലയ്ക്കലും കാൽക്കലുമായി ചുരുട്ടി വെച്ചിരിക്കുന്നതും ഒക്കെ കണ്ടു. എല്ലാവരും ആ കാഴ്ച കണ്ടു മടങ്ങിപ്പോയി. എന്നാൽ മഗ്ദല മറിയം മാത്രം അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്താ മറിയം കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത്? അവൾ ഒരുപക്ഷെ ഇങ്ങനെ പറയുമായിരിക്കും മറുപടി, യേശുവില്ലാതെ ഞാൻ എങ്ങോട്ട് പോകാനാ? യേശുവില്ലാതെ ഞാൻ എങ്ങോട്ട് പോകാനാ? യേശുവില്ലാതെ എനിക്ക് പോകാനൊരിടമില്ല. മറിയം അവിടെ ഇന്നിങ്ങനെ ഏങ്ങി കരയുകയാണ്. ഇരുണ്ട ഇടത്ത് അവൾ നോക്കിയപ്പോൾ ഇതാ ഒരുത്തൻ അവിടെ നിൽക്കുന്നു. അവൾ ഓടി ആ മനുഷ്യൻ്റെ അടുക്കൽ ചെന്നു. ആ മനുഷ്യൻ തിരിഞ്ഞു നിന്ന് ഇവളുടെ അടുക്കൽ ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? അവൾ പറഞ്ഞു, ഈ കല്ലറയ്ക്കകത്ത് ഒരാളില്ലായിരുന്നോ? ആളെൻ്റെ യജമാനനാ, എനിക്ക് കാണാൻ പറ്റുന്നില്ലിപ്പോൾ. ഞാൻ വന്നതാ, പക്ഷെ തുണി മാത്രമേ ഉള്ളൂ. ആമേൻ. ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. ആ ബോഡി എവിടെയെന്ന് അറിയുന്നില്ല. ഇനി തന്നായിരുന്നേ ഞാൻ എടുത്തുകൊണ്ട് പോകാമായിരുന്നു. മറിയത്തിൻ്റെ അടുക്കൽ ഞാനൊന്ന് ചോദിക്കാം, എന്തിനാ പെണ്ണെ നിനക്ക് ആ ശവം? ആ ശവം കൊണ്ടുപോയി നീ എന്തോ ചെയ്യും? ആ ശവം വല്ല അത്ഭുതം ചെയ്യുമോ? ആ ശവം പ്രസംഗിക്കുമോ? ആ ശവം രോഗികളെ സൗഖ്യമാക്കുമോ? ആ ശവം ഭൂതങ്ങളെ പുറത്താക്കുമോ? എന്തിനാ പെണ്ണെ നിനക്ക് ആ ശവം? അവൾ പറയാം, അതൊന്നും എനിക്കറിയത്തില്ല, എനിക്ക് അവനില്ലാതൊരു ജീവിതമില്ല. യേശുവിനോടുള്ള അഗാധമായ സ്നേഹം. എന്നാൽ ഈ സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും അവൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. യേശു ഉയർത്തെഴുന്നേറ്റെന്നും അവൾക്ക് മനസ്സിലാകുന്നില്ല. യേശു ജീവനോടുണ്ടെന്നും അവൾക്ക് മനസ്സിലാകുന്നില്ല. കല്ലറ തുറന്നത് ഒരു അത്ഭുതമാണെന്നും മനസ്സിലാകുന്നില്ല. മുമ്പിൽ നിൽക്കുന്നത് യേശുവാണെന്നും മനസ്സിലാകുന്നില്ല. അവൾക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ കാര്യമെന്നറിയാമോ? ഒന്ന്, ദേശത്ത് വ്യാപരിച്ച് നിൽക്കുന്ന ഇരുട്ടാണ്. 2, അവളുടെ മനസ്സ് അതുപോലെ പതറി നിൽക്കുകയാണ്. അവളുടെ മാനസിക നില തെറ്റി നിൽക്കുകയാണ്. അവൾ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. കരയാൻ ഇനി അവൾക്ക് ബലമില്ല. ചിന്തിക്കാൻ ഇനി അവളുടെ മനോനില പോലുമില്ല. ആടി ഉലഞ്ഞു നിൽക്കുന്ന മറിയം. എന്നാൽ ഈ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 16-ാം വാക്യം, യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു അവളെ മറിയേന്നൊന്ന് വിളിച്ചു. യേശു ഒന്നും പറഞ്ഞില്ല. യേശു തത്വവും പറഞ്ഞില്ല, ശാസ്ത്രവും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അതിന് മുകളിലത്തെ വാക്യത്തിൽ ഇവളെന്താ യേശുവിനെ വിളിക്കുന്നത് അറിയാവോ? യജമാനനെ എന്നാണ് വിളിക്കുന്നത്. വളരെ ഭക്തിയാദരം. എന്നാൽ യജമാനനെ എന്ന് അവൾ വിളിക്കുന്ന വിളി കേട്ടിട്ട് യേശുവിന് മനസ്സിലായി, ഇവക്ക് എന്നെ ആള് മനസ്സിലായില്ല. ഇരുട്ടവളുടെ കണ്ണുകളെ മൂടുമ്പോൾ, സാഹചര്യങ്ങളെ വല്ലാതെ പ്രതികൂലപ്പെടുത്തുമ്പോൾ, സങ്കടങ്ങൾ അവളുടെ മനസ്സിനെ അലട്ടുമ്പോൾ, അവളാകെ പരിതപിച്ച് നിൽക്കുമ്പോൾ യേശു അവളെ പതുക്കെ ഒന്ന് വിളിച്ചു, മറിയേ എന്നൊന്ന് വിളി. പേർ ചൊല്ലി വിളിച്ച ശബ്ദം കേട്ട ഉടനെ മറിയ ഒറ്റയടിക്ക് റബൂനി ഉറക്ക വിളിച്ചു. അവളുടെ കണ്ണുനീര് മാറി, അവളുടെ സങ്കടം മാറി, അവളുടെ ആകുലം മാറി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ജീവിതത്തിൻ്റെ ഇരുട്ട് കടന്നു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, എങ്ങോട്ട് പോകും, എങ്ങനെ ജീവിക്കും ഒന്നും അറിയാതെ ജീവിതത്തിൻ്റെ വഴിമുട്ടി ഇരുട്ട് നിറയുമ്പോൾ ഇന്ന് രാത്രി യേശു നിന്നെ വിളിക്കുകയാണ്. കൂടെ വന്നവരെല്ലാം, മറിയം ഈ കല്ലറയിലേക്ക് ഒറ്റയ്ക്കല്ല വന്നത്. കൂടെ വന്ന സ്നേഹിതർ, സഹോദരിമാർ, സ്ത്രീകളുണ്ടായിരുന്നു. അവരെല്ലാവരും പോയി. അമ്മേ, ഇപ്പോൾ അവൾ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുകയാണ്. ആരുമില്ലാത്ത ഇരുട്ടിനകത്ത് കല്ലറയ്ക്കൽ നിൽക്കുമ്പോൾ അവളെ പേർ ചൊല്ലി വിളിച്ച ഒരുത്തനുണ്ട്. അവൻ്റെ പേരാണ് യേശു. അവൻ വിളിച്ചു, മറിയേ എന്ന് വിളിച്ചു. ആ ശബ്ദത്തിന് മുൻപ് വരെ മറിയ സങ്കടത്തിൽ നിൽക്കുന്നവളായിരുന്നു. അവളുടെ മാനസിക നില തെറ്റി ഒരു ഭ്രാന്തിയെപ്പോലെ അവൾ സംസാരിക്കുകയാണ്.
ഭ്രാന്തുള്ളവളല്ലേ ശവം എടുത്തുകൊണ്ട് പോകാൻ ശവം ചോദിക്കത്തുള്ളൂ? ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ കല്ലറയിൽ നോക്കിയിട്ട് അവൾ പറയുക, അവൻ്റെ ശവം ആരാണ്ട് എടുത്തുകൊണ്ട് പോയെന്ന്. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിനകത്ത് ഇടറിപ്പോയി, ആശങ്കയ്ക്കകത്ത് അവൾ അധൈര്യപ്പെട്ടു. എന്നാൽ യേശു അവളെ വിളിച്ചു, മറിയേ എന്നൊരു വിളി വിളിച്ചു. ഇന്ന് രാത്രി ആകുലതകളുടെ നടുവിൽ, ആശങ്കകളുടെ നടുവിൽ അരുമനാഥൻ നിന്നെ പേർ ചൊല്ലി വിളിക്കുക. എന്താ വിളിയുടെ അർത്ഥമെന്നറിയാവോ? മറിയേ, നീ എന്തിനാ ഭയപ്പെടുന്നേ? മറിയേ, നീ എന്തിനാ ഭാരപ്പെടുന്നേ? മറിയേ, നീ ചിന്തിക്കുന്നത് പോലെ എൻ്റെ ശവം ആരും മോട്ടിച്ചോണ്ടൊന്നും പോയതല്ല. മറിയേ, ഞാൻ ഉയർത്തെഴുന്നേറ്റവനാ. മറിയേ, ഞാൻ ജീവിക്കുന്നുണ്ട്. മറിയേ, മറിയേ, നീ എന്തിനാ മറിയേ ഭാരപ്പെടുന്നത്? മറിയേ, നീ കലങ്ങരുത്. ആ ഒരൊറ്റ വാക്കിനകത്ത് എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം അവൾ ആരായി മാറിയെന്നറിയാമോ? ആ ഒറ്റ വിളി സങ്കടത്തിൻ്റെ അഗാധതയ്ക്കകത്തു നിന്ന് അവളൊരു സുവിശേഷകതയുടെ മനോഹാരിതയിലേക്ക് കയറിപ്പോയി. ഇന്ന് രാത്രി ജീവിതത്തിൻ്റെ കഠിനമായ മനോവ്യതയ്ക്കകത്ത് കെട്ടപ്പെട്ടു പോയ വ്യക്തിയെ യേശു നിന്നെ പേര് ചൊല്ലി വിളിക്കുകയാണ്. അവൻ്റെ പേർ ചൊല്ലിയുള്ള വിളി നിൻ്റെ സങ്കടക്കടലിനെ പൊളിക്കുന്നതാണ്, നിൻ്റെ ദുഃഖത്തെ മാറ്റുന്നതാണ്. ഞാൻ വേഗത്തിൽ അവസാന ഭാഗങ്ങളിലേക്ക് കയറട്ടെ. യേശു കർത്താവ് പേർ ചൊല്ലി വിളിക്കുകയാണ്. എന്നാൽ ചില ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് ഒരു വട്ടമല്ല 2 വട്ടം പേർ ചൊല്ലി വിളിക്കുകയാണ്. യേശു 2 വട്ടം വിളിക്കുക. ഇവിടെ മറിയെന്ന് ഒരു വട്ടമേ വിളിച്ചുള്ളൂ. പക്ഷെ ഒരിക്കൽ യേശു കർത്താവ് ശിഷ്യന്മാരുമായി പന്തിക്കിരിക്കുകയാണ്. പന്തിക്കിരുന്നിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവസാന അത്താഴമാണ്. അവസാന അത്താഴത്തിൽ യേശു ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തന്നെ ഒറ്റിക്കൊടുക്കുന്നവനെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുകയാണ്. യേശു കർത്താവ് പെട്ടെന്ന് ശിമോനെ നോക്കിയിട്ട് ശിമോനെ പേര് ചൊല്ലി വിളിച്ചു. അവിടെ 11 പേരിരിപ്പുണ്ട്. യേശു ഒരാളെ മാത്രം പേര് ചൊല്ലി വിളിക്കുക. ആരെയാണ് അറിയാമോ? ശിമോനെ മാത്രം. എന്നാൽ എത്ര പ്രാവശ്യം ശിമോനെ വിളിച്ചെന്നറിയാമോ? യോഹന്നാന്റെ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 31-ാം വാക്യത്തിൽ കർത്താവ് 2 വട്ടം വിളിക്കുക, ശിമോനെ, ശിമോനെ. 2 വട്ടം വിളിക്കുക, സൈമൺ, സൈമൺ, ശിമോനെ, ശിമോനെ. 2 വട്ടം വിളിക്കുക. എന്താ യേശു ഇവിടെ ശിമോനെ ഇപ്പൊ 2 വട്ടം വിളിക്കാൻ കാരണം എന്നറിയാമോ? അതിന്റെ അടുത്ത ഭാഗം ശ്രദ്ധിച്ചാൽ മതി. ശിമോനെ, ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ശിമോനെ, ഞാൻ ഇപ്പം നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? നീ കഠിനമായ ഒരു പരിശോധനയിൽ കൂടി കടക്കാൻ പോവുകയാണ്. നിന്നെ കോതമ്പ് പാറ്റുന്നത് പോലെ നിന്നെ പാറ്റാൻ പോവുകയാണ്. കോതമ്പ് പാറ്റുമ്പോൾ വീശി അടിക്കുന്ന കാറ്റിൻ്റെ മുമ്പിൽ ഈ കോതമ്പിന് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? ഈ കോതമ്പിന് എങ്ങനെയെങ്കിലും ഉറച്ചു നിൽക്കാൻ കഴിയുമോ? ഒരിതുമില്ല. വീശി അടിക്കുന്ന കാറ്റിൻ്റെ മുമ്പിൽ ഈ കോതമ്പ് തെറിച്ചാൽ പിന്നെ എവിടെ പോയി വീഴുമെന്ന് വല്ല അഡ്രസ്സും ഉണ്ടാകുമോ? ഒന്നും ഉണ്ടാകത്തില്ല. കർത്താവ് ശിമോനെ വിളിക്കുക, ശിമോനെ, ശിമോനെ, സാത്താൻ കോതമ്പ് പോലെ നിന്നെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു. ഞാൻ അനുവാദം കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ വിശ്വാസം പോകത്തില്ലെന്ന് ഞാനൊരു ഉറപ്പ് പറയാം. കോതമ്പ് പോലെ നിന്നെ പാറ്റും, പക്ഷെ നിന്റെ വിശ്വാസം പോകാതെ ഞാൻ നിന്നെ മുറുകെ പിടിച്ചുകൊള്ളാം. യേശു എവിടെയാ ശിമോനെ പേർ ചൊല്ലി വിളിച്ചതെന്നറിയാമോ? അസാധാരണമായ അഗ്നി പരീക്ഷയുടെ പൈശാചിക ശോധനകൾ തൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാട്ടെ. എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടരാത്രികൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, അനർത്ഥത്തിൻ്റെ സംവത്സരങ്ങൾ നീണ്ടു നിന്നപ്പോൾ, ജീവിതത്തിൻ്റെ ഏകാന്തതയുടെ നടിച്ചുഴിക്കകത്ത്, കട്ടക്കൂരിരുട്ടിനകത്ത്, ജീവിതത്തിൻ്റെ ഭാവിയെ ഓർത്ത് ആശങ്കപ്പെട്ട രാത്രികളിൽ ഞാൻ എൻ്റെ കാതുകളിൽ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ടുണ്ട്. എന്നെ പേർ ചൊല്ലി വിളിക്കുന്ന നാഥൻ്റെ ശബ്ദം. ഞാൻ കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ആരാണ് എന്നെ വിളിച്ചത്? ഞാനിങ്ങനെ അമ്പരം ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷേ ആ രാത്രികളിലെ ആ ശബ്ദമാണ് എന്നെ ചില സംവത്സരങ്ങൾ പിടിച്ചു നിർത്തിയത്. ഇന്ന് രാത്രി ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ അധൈര്യവും ആശങ്കയും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അഗ്നി പരിശോധനയുടെ തീജ്വാലകൾ തലയ്ക്ക് മീതെ ആളിക്കത്തുമ്പോൾ, ഇന്നും എന്നെ പിടിച്ചു നിർത്തുന്നത് ഒരു മനുഷ്യന്റെ സപ്പോർട്ടല്ല, ഒരു ലോകത്തിന്റെ സപ്പോർട്ടല്ല, ഒരു സംഘടനയുടെ സപ്പോർട്ടല്ല. പകരം എൻ്റെ കാതുകളിൽ ഞാൻ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്, എന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ശബ്ദം. ഈ രാത്രി അഗ്നി പരിശോധനയിൽ കൂടി നീ കടന്നു പോയാൽ, മനോഭാരങ്ങളിൽ കൂടി നീ കടന്നു പോയാൽ, സാത്താൻ കോതമ്പ് പോലെ നിന്നെ പാറ്റുമ്പോൾ നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു യേശു നിനക്കുണ്ട്, ഒരു യേശു നിനക്കുണ്ട്. സാത്താൻ കോതമ്പ് പോലെ പാറ്റി പത്രോസ് പട്ടിണിയുടെ
വേദനയ്ക്കകത്ത് നിന്നോ, വിശപ്പ് സഹിക്കാൻ വയ്യ, നാഥൻ എവിടെ പോയെന്നറിയത്തില്ല, കയ്യിൽ 10 പൈസ ഇല്ല. എന്നാൽ അഭിമാനിയായ പത്രോസ് ശിഷ്യന്മാരുടെ അടുക്ക പറഞ്ഞോ, നമ്മൾ ആരുടെ അടുക്കലും തെണ്ടാൻ പോകത്തില്ല, നമ്മൾ ആരുടെ അടുക്കലും തെണ്ടാൻ പോകത്തില്ല, നമ്മൾ ആരെ ഒന്നും കുത്തി തുറക്കാനും പോകത്തില്ല, പഴയ വലയും വള്ളം അവിടെ കിടപ്പുണ്ടല്ലോ, നമുക്ക് പോകാം, എന്തെങ്കിലും പിടിച്ച് നമുക്ക് ഭക്ഷിച്ച് വിശപ്പടക്കാം. പത്രോസിൻ്റെ കൂടെ ബാക്കിയുള്ളവരും പോയി. രാത്രി മുഴുവനും വിശന്ന വയറുകൊണ്ട് അവർ വല വീശി, വിശന്ന വയറുകൊണ്ട് ബലഹീനപ്പെട്ട ശരീരം കൊണ്ട് അവർ വല വീശി, ഒന്നും കിട്ടിയില്ല. എന്നാൽ അധികാലത്ത് അലഞ്ഞു തിരിഞ്ഞ് പടക് തീരത്തോടടുപ്പിക്കാൻ നിൽക്കുമ്പോൾ തീരത്തൊരുവൻ നിൽക്കുന്നത് കണ്ടു. അവൻ അവർക്ക് വയറു നിറച്ച് ആഹാരം കൊടുത്തു. അവൻ അവരുടെ അടുക്കൽ ആദ്യം ചോദിച്ചത് എന്താണെന്നറിയാവോ? എടാ, നിന്നെയൊക്കെ ഞാൻ 3.5 വർഷം കൊണ്ട് നടന്ന് പ്രസംഗവും പഠിപ്പിച്ച് ഭൂതത്തെ ഇറക്കാനും പഠിപ്പിച്ച് രോഗികളെ സൗഖ്യമാക്കാനും പഠിപ്പിച്ചിട്ട് നീയൊക്കെ എന്തിനാണ് മീൻ പിടിക്കാൻ പോയത്? നിന്നെ ഒന്നും കൂടെ കൂട്ടാൻ കൊള്ളത്തില്ല. ഇതൊന്നുമല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് ചോദിച്ചതെന്നറിയാവോ? മക്കളെ, എനിക്കറിയാം ഇന്നലെ ഒത്തിരി വയറ് വിശന്നിട്ടാ നീ മീൻ പിടിക്കാൻ പോയെന്ന്. ഞാൻ ചോദിക്കട്ടെ, വല്ലതും കിട്ടിയോ നിനക്ക്? അവർ പറഞ്ഞു, നാഥാ, ഒന്നും കിട്ടിയില്ല. യേശു പറഞ്ഞു, വാ, ഞാനിവിടെ കനലിൽ നിനക്ക് വേണ്ടി മീൻ ചുട്ട് വെച്ചിട്ടുണ്ട്, നിനക്ക് കൂട്ടുവാനുള്ളതെല്ലാം ഞാൻ തരാം. വന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. 153 വലിയ മീൻ തീരത്ത് കിടക്കുകയാ. അതിനകത്തുനിന്നും ചിലത് പിടിച്ച് ചുട്ട് കാണും. എല്ലാം കഴിഞ്ഞിട്ട് യേശു 3 പ്രാവശ്യം ശിമോനെ വിളിച്ചു. എങ്ങനെയാ വിളിച്ചതെന്നറിയാമോ? ബർയോനാ ശിമോനെ എന്ന് പറഞ്ഞ യോഹന്നാന്റെ മകനായ ശിമോനെ. അതിനകത്ത് പറയുകയാണ്, ശിമോനെ, എനിക്ക് നിന്നെ അറിയാം, നിന്റെ അപ്പനെ അറിയാം. ശിമോനെ, എനിക്ക് നിന്നെ അറിയാം, നിന്റെ അപ്പനെ അറിയാം. നിന്റെ ബലഹീനതകളെ നോക്കി പലരും നിന്നെ വിരൽ ചൂണ്ടുമ്പോൾ നീ എന്ന ബാല്യക്കാരത്തിയുടെ മുമ്പിൽ ഇരുന്ന് എന്നെ തള്ളിപ്പറഞ്ഞത് കണ്ട പലരും വർത്താനം പറയുന്നേ. പക്ഷേ ശിമോനെ, നിന്റെ അപ്പൻ യോഹന്നാനാണെന്നോ, നിന്റെ അപ്പനും അമ്മയും എത്ര ഭക്തിയോടെ നിന്നെ വളർത്തിയതാണെന്നോ, അവന്റെ കടിപ്രദേശത്ത് നിന്ന് നീ ഉത്ഭവിച്ച് നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉളവായ നാൾ തുടങ്ങി നിന്നെ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണെന്നോ, യോഹന്നാന്റെ മകനായ ശിമോനെ, എനിക്ക് നിന്നെ അറിയാം, നിന്റെ അപ്പനെ അറിയാം. ഞാൻ നിന്നെ കൈവിടത്തില്ല. സാത്താൻ ഗോതമ്പ് പോലെ നിന്നെ പാറ്റി. പക്ഷേ ശിമോനെ, നിനക്ക് എന്നോട് സ്നേഹമില്ലേ? പരീക്ഷയ്ക്ക് മുൻപേ കർത്താവ് എത്ര പ്രാവശ്യമാണ് ശിമോനെ വിളിച്ചതെന്നറിയാമോ? 2 പ്രാവശ്യം വിളിച്ചു. പക്ഷെ പരീക്ഷ കഴിയുന്ന തിബരിയാസിന്റെ കടൽ തീരത്ത് എത്ര പ്രാവശ്യം യേശു വിളിച്ചെന്നറിയാമോ? 3 പ്രാവശ്യം വിളിച്ചു. ബർയോനാ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ബർയോനാ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? ബർയോനാ ശിമോനെ, നീ വാസ്തവമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? 2 പ്രാവശ്യം വിളിച്ചു പറഞ്ഞു, സാത്താൻ ഗോതമ്പ് പോലെ നിന്നെ പാറ്റും, പക്ഷേ നിന്റെ വിശ്വാസത്തെ ഞാൻ സൂക്ഷിച്ചു കൊള്ളാം. യേശു നിന്നെ പേർ ചൊല്ലി വിളിക്കുമ്പോൾ നിന്നോടൊരു ഉറപ്പ് പറയുന്നുണ്ട്. കഷ്ടത എത്ര കഠിനമായാലും, അഗ്നിശോധന എത്ര തീച്ചൂള എത്ര 7 മടങ്ങ് കാഠിന്യമേറിയതായാൽ നിന്റെ വിശ്വാസം പോകാതെ ഞാൻ നിന്നെ സൂക്ഷിച്ചു കൊള്ളാം. നിന്റെ വിശ്വാസം പോകാതെ ഞാൻ നിന്നെ സൂക്ഷിച്ചു കൊള്ളാം. എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ മരണദിനത്തിൽ എനിക്കൊരു ഉറപ്പിച്ച വാക്യം കാണും. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തുവെന്ന്. എന്നാൽ ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ജീവിക്കുന്നത് എൻ്റെ വിശ്വാസത്തെ ഞാൻ സൂക്ഷിക്കുമെന്നുള്ള ഉറപ്പിനകത്തല്ല. പകരം ജീവിതത്തിൻ്റെ അഗ്നിശോധനകൾ കടന്നു വന്നാലും, വൻതിരകൾ നെഞ്ചിന് നേരെ കടന്നു വന്നാലും, ഈ ശാനമൂലൻ എൻ്റെ മൂട് പറിക്കാൻ തക്കവണ്ണം ചുഴറ്റി അടിച്ചാൽ എൻ്റെ വിശ്വാസം പോയി പോകാതെ എന്നെ സൂക്ഷിക്കുന്ന ഒരു യേശു എനിക്കുണ്ടെന്നുള്ള ഉറപ്പിലാണ്. യേശു വിളിച്ചു പറഞ്ഞു, ശിമോനെ, ശിമോനെ, സാത്താൻ നിന്നെ പാറ്റും, പക്ഷെ ഞാൻ നിന്നെ സൂക്ഷിക്കും. ഇന്ന് രാത്രി പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ നിനക്കൊരു ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ലേ? പേർ ചൊല്ലി വിളിക്കുന്ന യേശുവിന്റെ ശബ്ദ, പേർ ചൊല്ലി വിളിക്കുന്ന യേശുവിന്റെ ശബ്ദ. ഇന്ന് രാത്രി അവൻ പേർ ചൊല്ലി വിളിച്ച് നിന്നോട് പറയുകയാണ്, നിന്റെ വിശ്വാസം പോകത്തില്ല, നിന്റെ ശുശ്രൂഷ പോകത്തില്ല, നിന്റെ മാന്യത പോകത്തില്ല, നിന്റെ കുഞ്ഞുങ്ങൾ നഷ്ടമായി പോകത്തില്ല, നിന്റെ സ്വപ്നങ്ങൾ നഷ്ടമായി പോകത്തില്ല, നിന്റെ കുടുംബം നഷ്ടമായി പോകത്തില്ല, നിന്റെ പ്രതീക്ഷകൾ നഷ്ടമായി പോകത്തില്ല, നിന്റെ സ്വപ്നങ്ങൾ ഇല്ലാതെ പോകത്തില്ല. ഞാൻ അതിനെ സൂക്ഷിച്ചു കൊള്ളാം. പരീക്ഷ തീർന്നിട്ട് 3 പ്രാവശ്യം വന്ന് വിളിച്ചോ, അപ്പന്റെ പേരും കൂടെ ചേർത്ത്, ഫുൾ നെയിം ചേർത്ത് വിളിച്ചോ. ബർയോനാ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നില്ലേ? യേശുവിന്റെ മുൻപാകെ വാവിട്ട് കരഞ്ഞയോ പത്രോസിന്റെ അടുക്കൽ
യേശു പറഞ്ഞു, ശിമോനെ, ഇന്നലെ ഞാൻ നിന്നെ വിളിച്ച് പരീക്ഷയുണ്ടെന്നാ പറഞ്ഞത്, ഇന്നലെ ഞാൻ നിന്നെ വിളിച്ചത് സാത്താനുണ്ടെന്നാ പറഞ്ഞത്. പക്ഷേ ഇന്ന് ഞാൻ നിന്നോട് പറയുകയാണ്, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക. എൻ്റെ സഹോദരങ്ങളെ, ഇതുപോലൊരു കൊച്ചു വെളുപ്പാൻ കാലത്താണ് പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞത്. എന്നാൽ ഇതുപോലൊരു മറ്റൊരു കൊച്ചു വെളുപ്പാൻ കാലത്ത് 3 പ്രാവശ്യം പേർ ചൊല്ലി വിളിച്ച് അവനെ കൊണ്ട് ശുശ്രൂഷയുടെ നിയോഗത്തെ ഏറ്റെടുപ്പിച്ച് പെന്തക്കോസ്ത് ദിനത്തിൽ ഉയർന്നു നിന്ന് യേശുവിനെ ഉയർത്തുവാൻ കർത്താവ് തന്നെ ഉപയോഗിച്ചോ. ഇന്ന് രാത്രി യേശു നിന്നെ വിളിക്കുകയാണ്. എൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവ് 2 പ്രാവശ്യം വിളിക്കും ചിലരെ, കേട്ടോ. ഞാൻ മറ്റൊരു ഭാഗം കൂടെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം. യേശു കർത്താവ് ബഥാന്യയിലെ വീട്ടിൽ നിന്ന് ശുശ്രൂഷിക്കുകയാണ്. ആ വീട്ടിലകത്ത് മറിയം ഇങ്ങനെ യേശുവിൻ്റെ കാൽപാദത്തിങ്കിൽ ഇരുന്ന് ഇങ്ങനെ പ്രസംഗമൊക്കെ കേൾക്കുകയാണ്. പക്ഷെ മാർത്ത അപ്പുറത്ത് വന്ന് ഭയങ്കര സങ്കടം പറയുക. യേശു അവളെ നോക്കി, തൊട്ടു മുമ്പിൽ നിൽക്കുന്ന മാർത്തയെ നോക്കി. ലൂക്കോസിന്റെ സുവിശേഷം 10:41 യേശു വിളിക്കുകയാണ്, മാർത്തയേ, മാർത്തയേ, നീ പലതിനെ ചൊല്ലി മനം കലങ്ങിയോ, വിചാരപ്പെട്ടോ, മനം കലങ്ങിയിരിക്കുന്നു. യേശു പേർ ചൊല്ലി വിളിക്കുക. ആരെയാ വിളിക്കുന്നതെന്നറിയാമോ? വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നവളെ. ഇന്ന് രാത്രികാല ഏത് വിഷയത്തിൽ നീ ഇതിനകത്ത് മനം കലങ്ങിയിരിക്കുന്നുവോ? നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചാണോ? നിന്റെ സാമ്പത്തികത്തെ കുറിച്ചാണോ? എന്നെ സഹായിപ്പാൻ ആരുമില്ലെന്നാണോ? ഇന്നലകളിൽ ജീവിതത്തിൽ വന്ന തകർച്ചകളാണോ? എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ള ആകുലതകളാണോ? ഇനിയും എങ്ങോട്ട് പോകുമെന്നുള്ള വിചാരമാണോ? ഭാവി എന്താകുമെന്നുള്ള ആകുലതയാണോ? ഈ രാത്രി നിന്റെ വിചാരങ്ങളെ അറിഞ്ഞ് നിന്റെ മനം കലങ്ങിയ മനസ്സിനെ കണ്ട് യേശു നിന്നെ പേർ ചൊല്ലി വിളിക്കുകയാണ്. എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാമോ? 2 പ്രാവശ്യം വിളിക്കുകയാണ്. ഇന്ന് രാത്രി യേശു നിന്നെ 1 പ്രാവശ്യമല്ല വിളിക്കുന്നത്, അവൻ ആവർത്തിച്ച് വിളിക്കുക. മാർത്തേ, മാർത്തേ. ഞാൻ പുറകെ പോയി യേശുവിൻ്റെ അടുക്കൽ ബഥാന്യയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ ചെന്നിങ്ങനെ ചോദിച്ചെന്നിരിക്കട്ടെ, കർത്താവെ ഞാനൊന്ന് ചോദിച്ചോട്ടെ. മാർത്തയെ കണ്ട് കർത്താവ് എന്തിനെ 2 പ്രാവശ്യം മാർത്തേ, മാർത്തേ എന്ന് വിളിച്ചത്? കർത്താവ് എന്നോട് ഇങ്ങനെ പറയോ, കുഞ്ഞെ, അവിടെ മനസ്സത്രമാത്രം കലങ്ങിയിരിക്കുകയായിരുന്നു, അവിടെ തലയ്ക്കകത്ത് അത്രമാത്രം ടെൻഷനായിരുന്നു. അവിടെ ടെൻഷന്റെ ആധിക്യം കണ്ടിട്ടാ ഞാൻ പിന്നെയും അവളെ പേർ ചൊല്ലി വിളിച്ചത്. ഇന്ന് രാത്രി നിന്റെ മനസ്സിന്റെ ഭാരം അറിഞ്ഞ്, നിന്റെ സങ്കടത്തിന്റെ സാന്ദ്രത അറിഞ്ഞ്, നിന്റെ പ്രതികൂലത്തിന്റെ തീവ്രത അറിഞ്ഞ് അവൻ നിന്നെ ആവർത്തിച്ച് പേർ ചൊല്ലി വിളിക്കുകയാണ്. ഇന്ന് രാത്രി ആർക്കാണ് പേർ ചൊല്ലി വിളിക്കാൻ കഴിയുന്നതെന്നറിയാമോ? നിന്നെ നന്നായി അറിയുന്നവന്. ശിമോനേ, അല്ലല്ല, യോഹന്നാന്റെ മകനായ ശിമോനേ, എനിക്ക് നിന്നെ അറിയാ, നിന്റെ അപ്പനെ അറിയാ, നിന്റെ കുടുംബം അറിയാ, നിന്റെ ചരിത്രം അറിയാ. ഞാൻ നിന്നെ കൈവിടുകയില്ല ശിമോനേ, ഞാൻ നിന്നോടുകൂടെയുണ്ട്. മാർത്തയേ, മാർത്തേ, നിന്റെ സങ്കടം എനിക്കറിയാ, നിന്റെ മനോവ്യാകുലം എനിക്കറിയാ, ഞാൻ നിന്നെ കൈവിടുകയില്ല. ഇന്ന് രാത്രി നിന്റെ സങ്കടങ്ങളുടെ നടുവിൽ യേശു നിന്നെ വിളിക്കുകയാണ്. ഞാൻ പൂർത്തീകരിക്കട്ടെ. യേശു വിളിച്ച ഒരു ഭാഗം കൂടെ, ഞാൻ ചില ഭാഗങ്ങളെ സ്കിപ്പ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. അമേൻ. സമയം അവസാനിക്കുമ്പോൾ ക്ലിപ്തതയോടെ നിർത്തേണ്ടത് കൊണ്ട് അമേൻ, ഞാൻ ചില ഭാഗങ്ങളെ വിട്ടിട്ട് അവസാന ഭാഗത്തിലേക്ക് വരികയാണ്. യേശു പേർ ചൊല്ലി വിളിച്ച ഒരേ ഒരു വ്യക്തിയുടെ പേർ പറഞ്ഞ് ഞാൻ അതിൽ നിന്ന് ശുശ്രൂഷിച്ച് അവസാനിപ്പിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശു ആരെയാ വിളിക്കുന്നതെന്നറിയാമോ? മാർത്തയെ വിളിക്കുകയാണ്. കാരണം അവൾ മനം കലങ്ങിയിരിക്കുകയാണ്. ഈ വിളിക്കൊക്കെ ശേഷമാണ് എന്ത് സംഭവിച്ചത്? മാർത്തയുടെ മറിയയുടെ സഹോദരൻ ലാസർ മരിച്ചുപോയി. ലാസർ മരിച്ചു. യേശു മരണത്തിൻ്റെ അടക്കത്തിൻ്റെയും 4-ാം നാൾ ബഥാന്യയുടെ ഗ്രാമത്തിൽ ചെന്നു. ഗ്രാമവാതിൽക്കൽ നിന്നിട്ട് മാർത്തയെ കണ്ടപ്പോൾ യേശു പറഞ്ഞു, മാർത്തേ, നീ പോയി മറിയെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. മാർത്ത ഓടിപ്പോയി രഹസ്യമായിട്ട് മറിയത്തിൻ്റെ കാതിൽ പറഞ്ഞു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നുണ്ട്. മാർത്ത വിളിക്കാതെ ഓടി വന്നതാ. മാർത്തയ്ക്കുള്ള വിളി നേരത്തെ കിട്ടിയിട്ടു, 2 പ്രാവശ്യം കിട്ടിയിട്ടു. ആകയാൽ അവൾ ധൈര്യത്തോടെ ഓടി വന്നു വാതിൽക്കൽ. എന്നാൽ ഇപ്പോൾ യേശു പറയുകയാണ്, ഞാൻ മറിയത്തെ പേർ ചൊല്ലി വിളിക്കുന്നെന്ന് പറ, മറിയത്തെ പേർ ചൊല്ലി വിളിക്കുന്നെന്ന് പറ. മറിയത്തിൻ്റെ അടുക്കൽ മാർത്ത എന്ന് പറഞ്ഞു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. മറിയത്തിനൊരു കാര്യം ഉറപ്പായി, ഗുരു വിളിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അവൻ അത്ഭുതം ചെയ്യും.
ഗുരു വിളിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും ഒന്നെന്നെ കാണിക്കും. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റോ, അവൾ ഓടി യേശുവിൻ്റെ അടുക്കൽ ചെന്നോ. ഗുരു, നീ എന്നെ വിളിച്ചോ? യേശു പറഞ്ഞോ, ഞാൻ നിന്നെ വിളിച്ചോ, നീ ഇന്ന് ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കർത്താവ് നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ മഹത്വം കണ്ടിട്ടേ പോകത്തുള്ളൂ. കർത്താവ് നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ മരണം കണ്ടു കാണും, പക്ഷെ മരണത്തിനപ്പുറം മഹത്വം കാണും. കർത്താവ് വിളിച്ച മാർത്തയും മറിയമോ ലാസറിന്റെ മരണം കണ്ടു, പക്ഷേ കർത്താവ് അതിനപ്പുറം മറിയത്തെ വിളിക്കുക, പേര് ചൊല്ലി, നീ ഒരു അത്ഭുതം കാണും. ആ വീട്ടിൽ എത്ര പേരാ ഉണ്ടായിരുന്നത്? മാർത്തയെ കർത്താവ് എപ്പോഴാ വിളിച്ചത്? സങ്കടത്തിന്റെ നടുവിൽ. മറിയെ കർത്താവ് എപ്പോഴാ വിളിച്ചത്? എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഇടത്ത്. മറിയെ ഇങ്ങ് വിളിക്കാൻ പറഞ്ഞു. വിചാരപ്പെട്ട് മനം കലങ്ങി വരുന്നപ്പോൾ മാർത്തയെ വിളിച്ചു. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ മറിയത്തെ വിളിച്ചു. എന്നിട്ട് യേശു മറിയത്തിൻ്റെ അടുക്ക് ചോദിച്ചു, ഞാൻ നിന്നെ വിളിച്ചതേ ഒരു കാര്യം അന്വേഷിക്കാനാ. അവനെ എവിടാ വെച്ചേ? അതറിയാനാ ഞാൻ നിന്നെ വിളിച്ചേ. യേശു നേരെ കല്ലറവാതിൽക്കലേക്ക് പോയി. കല്ലൊന്ന് മാറ്റാൻ പറഞ്ഞു. മാർത്ത കയറി പിടിച്ചിട്ട് പറഞ്ഞു, കർത്താവെ നാറ്റിക്കല്ലേ, ഒന്നാമതേ നാറിക്കിടക്കുക, ബാക്കി കിട നാറ്റിക്കല്ലേ. കർത്താവ് പറഞ്ഞു, നീ വിശ്വസിക്ക, മഹത്വം കാണും. കല്ലുരുട്ടി മാറ്റിക്കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് ബഥാന്യയുടെ ഗ്രാമനടുവിൽ നിന്ന് കല്ലറയെ നോക്കി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ലാസർ, നീ പുറത്തു വാ. യേശു ലാസറിനെ പേര് ചൊല്ലി വിളിച്ചു. ഞാൻ പലയിടങ്ങളിലും പ്രസംഗിച്ചിട്ടുണ്ട്. യേശു എന്താണ് ലാസറിനെ പേര് ചൊല്ലി വിളിച്ചത്? അവിടെ കാണാൻ നിന്ന് മരിച്ചവനെങ്ങാണം പുറത്തു വരട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ദൈവമേ, ആ നാട്ടിലെ അത്ര കല്ലറ എന്ത് ചെയ്തേനെ? തുറന്നു പോയേനെ. അപ്പോൾ യേശു സ്പെസിഫിക് ആയിട്ട് വിളിക്കുകയാണ്, ലാസറേ പുറത്തു വാ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യേശു പേർ ചൊല്ലി വിളിക്കുകയാണ്. എന്തിനാണ് യേശു പേർ ചൊല്ലി വിളിക്കുന്നത്? ഒറ്റ വാക്കിൽ പറയാം, പുറത്തു കൊണ്ടുവരുവാൻ. എന്നാൽ യേശു അവിടെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം ലാസറേ എന്നുള്ള ഒരൊറ്റ വിളി വിളിക്കുമ്പോൾ അതിനകത്ത് യേശു കർത്താവ് തൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുകയാണ്. ലാസറേ പുറത്തു വരാൻ. എന്നാൽ യേശു കർത്താവ് ലാസറേ എന്ന് പേർ ചൊല്ലി വിളിക്കുമ്പോൾ ലാസർ പുറത്തു വരുന്നു. ഇന്ന് രാത്രി കർത്താവ് ഇതിനകത്ത് ചിലരെ പേർ ചൊല്ലി വിളിക്കുകയാണ്, നീ പുറത്തു വരും. എന്നാൽ പുറത്തു വരുന്നു എന്ന് പറയുന്നതിനെക്കാട്ടിലും പ്രബലമായി എനിക്ക് അതിനകത്തു നിന്ന് പറയാനുള്ള 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, യേശു ലാസറേ എന്ന് വിളിച്ചപ്പോൾ ലാസറിൻ്റെ മേൽ കിടന്ന മരണത്തിൻ്റെ ശക്തി തന്നിൽ നിന്ന് മാറിപ്പോയി. തൻ്റെ മുമ്പിൽ നിന്ന കല്ലുകൾ ഉരുണ്ടുമാറി. തന്നെ കെട്ടിയിരുന്ന ഗ്രേവ് ക്ലോത്ത്സ്, കല്ലറ വസ്ത്രങ്ങൾ തന്നിൽ നിന്ന് അഴിച്ചു മാറി. താൻ അഴുകുമെന്ന് പറഞ്ഞവരുടെ മുൻപാകെ താൻ ഒരു അത്ഭുതമായി മാറി. ഇന്ന് രാത്രികാലം കർത്താവ് ഇതിനകത്ത് ചിലരെ പേർ ചൊല്ലി വിളിക്കുകയാണ്. മരണപാശങ്ങളെ അഴിക്കാൻ, നിന്നെ വിടുവിക്കാൻ, നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ. ഇന്ന് രാത്രികാലം എത്ര പേർ വിശ്വസിക്കുന്നോ? യേശു നിന്നെ പേർ ചൊല്ലി വിളിക്കുകയാണ്. ഇന്ന് രാത്രി യേശു ഇതിനകത്ത് ചിലരെ പേർ ചൊല്ലി വിളിക്കുകയാണ്. To break the power of death, to break the bondage of hell. ഈ രാത്രി യേശു നിന്നെ പേർ ചൊല്ലി വിളിക്കുന്നു. ഈ രാത്രി യേശു നിന്നെ പേർ ചൊല്ലി വിളിക്കുന്നു. ഏത് കല്ലറയ്ക്കകത്ത് നീ ഒതുങ്ങിപ്പോയവനാണെങ്കിലോ ഇന്ന് രാത്രി അവന്റെ വിളി നിന്നെ പുറത്തു കൊണ്ടുവരും. ഏത് കല്ലറ വസ്ത്രം കൊണ്ട് നിന്നെ ചുറ്റിക്കെട്ടി വെച്ചിരിക്കുകയാണെങ്കിലോ ഇന്ന് രാത്രി അവൻ നിന്നെ പേർ ചൊല്ലി വിളിക്കുമ്പോൾ മരണപാശങ്ങൾ നിന്നിൽ നിന്ന് അഴിഞ്ഞു മാറും. നീ നാറ്റം വെച്ചെന്നും നീ കല്ലറയ്ക്കകത്ത് ചീഞ്ഞഴുകിയെന്നോ നിന്നെ കുറിച്ച് മുൻവിധി പറഞ്ഞവരുടെ നടുവിൽ ദൈവം നിന്റെ പേർ ചൊല്ലി വിളിക്കുകയാ. നീ അഴുകിയിട്ടില്ലെന്ന്, നീ നാറിയിട്ടില്ലെന്ന്, നീ ചീഞ്ഞിട്ടില്ലെന്ന് ദൈവത്തിന് വെളിപ്പെടുത്താൻ ഈ രാത്രി ദൈവം നിന്നെ പേർ ചൊല്ലി വിളിക്കുകയാ. To manifest his authority. യേശു ലാസറിനെ പേര് ചൊല്ലി വിളിച്ചപ്പോൾ ബഥാന്യ ദൈവത്തിന്റെ മഹത്വം കണ്ടു. യേശു ലാസറിനെ പേർ ചൊല്ലി വിളിച്ചപ്പോൾ മരണപാശങ്ങൾ അഴിഞ്ഞു. യേശു ലാസറിനെ പേർ ചൊല്ലി വിളിച്ചപ്പോൾ പാതാള ശക്തികൾ തകർന്നടിഞ്ഞു. യേശു ലാസറിനെ പേർ ചൊല്ലി വിളിച്ചപ്പോൾ മരണത്തിന്റെ ശക്തികൾ കീഴടങ്ങി.